ഹരേ കൃഷ്ണ. നമസ്തേ നമസ്തേ. ജ്യോതിഷകൈരളിയിലേക്ക് സുസ്വാഗതം. ആദ്യം തന്നെ സബ്സ്ക്രിപ്ഷനും ലൈക്കും തന്ന് നമ്മളോടുള്ള നിങ്ങളുടെ സഹകരണത്തിന്, അല്ലെങ്കിൽ നമ്മളൊരു ആത്മമിത്രങ്ങളായി മുന്നോട്ട് പോകുന്നതിൽ നന്ദി പ്രപഞ്ച ശക്തിയുടെ പേരിൽ ഞാൻ പറയുന്നു. നമ്മൾ വ്യാഴമാറ്റമാണെന്ന് ചിന്തിക്കുന്നത് കാർത്തിക എന്ന് പറയുമ്പം കാർത്തികയുടെ 1-ാം പാദം ഒഴികെയുള്ള കാർത്തിക, 2, 3, 4 പാദം. കാർത്തിക, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യത്തെ പകുതിക്കാർ, ഇത്രയും വരുന്ന ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ഈ വ്യാഴമാറ്റം വലിയ ഗുണവും ദോഷവും ഇല്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകും. അതായത് പല കാര്യങ്ങളിലും ഗുണം ചെയ്യുകയും ചെയ്യും, എന്നാൽ വളരെ ശ്രദ്ധയും വേണം. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യാഴം നിങ്ങൾക്ക് ഉച്ചനായിട്ട് വരുന്നതുകൊണ്ട് വ്യാഴം നിങ്ങളെ ദോഷം ചെയ്യില്ല, എന്നാൽ 3-ലേക്കാണ് മാറുന്നത്. അതുകൊണ്ട് വലിയ ഗുണവും ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. എന്താ ചെയ്യേണ്ടത്? സാമ്പത്തിക കാര്യങ്ങളിൽ, അതുപോലെ തന്നെ നമ്മുടെ വരവിനനുസരിച്ച് ചിലവ് ചുരുക്കാനും അതുപോലെ തന്നെ ആഡംബരം ഒഴിവാക്കാനും ശ്രദ്ധിക്കണം. ബിസിനസ്സിലോ അതുപോലുള്ള മറ്റുള്ള കാര്യങ്ങളിലൊക്കെ നമുക്കിപ്പോൾ സമയം നല്ലതാണ്, എങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ വേണം. കുടുംബസ്വത്തോ പൂർവിക സ്വത്തുക്കൾക്കോ വേണ്ടിയിട്ടുള്ള തർക്കങ്ങളോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളോ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതെല്ലാം നയപരമായിട്ട് നമ്മൾ ഒരു എന്താ പറയുക, ഒരു മധ്യസ്ഥതയിലൊക്കെ അത് വലിയ കുഴപ്പമുണ്ടാകാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നല്ലതാണ്. മാത്രമല്ല, ഇപ്പോൾ നമുക്ക് നിയമപ്രശ്നങ്ങൾ നേരിടുന്നതിന് പറ്റിയ സമയമല്ല. എന്നാൽ വലിയൊരു അനുഗ്രഹമുള്ളത് നിങ്ങൾക്ക് ശനിദോഷമില്ല, അതുപോലെ തന്നെ വലിയ കടുത്ത രീതിയിലുള്ള സർപ്പദോഷമില്ല. അതൊരു അനുഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ വ്യാഴം ഉച്ചനായിട്ട് വരുമ്പോൾ വലിയ ദോഷം ചെയ്യത്തില്ല. പക്ഷേ ഫിനാൻസ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ, അതായത് ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളിൽ, ധനകാര്യ സ്ഥാപനങ്ങളിൽ ധന ഇടപാടുകൾ കൈകാര്യം ചെയ്യേണ്ടി വരുന്ന ഉദ്യോഗസ്ഥർ എല്ലാവരും ശ്രദ്ധ പുലർത്തണം. കാരണം അപ്രതീക്ഷിതമായി നമ്മളെ ധനനഷ്ടം വരാൻ സാധ്യതയുണ്ട്. യാത്രകളിൽ ശ്രദ്ധിക്കണം, ധനനഷ്ടം വരാം. അതുപോലെ തന്നെ ധനവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും കടം വരാതെ സൂക്ഷിക്കുക. വന്നു പോയാൽ അത് കുറച്ച് നാളത്തേക്ക് നമ്മളത് കടം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ പൊതുവിൽ സമയം കുറച്ച് നല്ലതാണ്. കാരണം ശനിദോഷം ഇല്ലല്ലോ, അതിൻ്റെ ഒരു അനുഗ്രഹമുണ്ട്. ഭാവിയിലേക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യാൻ പറ്റിയൊരു വർഷമാണ്. വ്യാഴത്തെ കൊണ്ട് വലിയ ഗുണവും ദോഷവും ഇല്ലാത്തൊരു വർഷമാണ്. എന്നാൽ വിവാഹം, അതുപോലെ തന്നെ നമ്മുടെ പ്രണയം, സൗഹൃദങ്ങൾ, ഇതെല്ലാം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. വിവാഹം നടക്കും. സൗഹൃദങ്ങളിൽ പുതിയ കൂട്ടുകെട്ടുകളും പുതിയ ആത്മബന്ധങ്ങളും ഉണ്ടായി വരും. അതെല്ലാം ഗുണം ചെയ്യും. വലിയ വലിയ ഉന്നത വ്യക്തികളുമായിട്ട് ബന്ധം പുലർത്താൻ കഴിയും. അവരുമായിട്ടുള്ള സൗഹൃദങ്ങളുണ്ടായി വരും. ഇങ്ങനെ ജീവിതത്തിൽ ഒരു ചേഞ്ച് വരുന്ന കാലഘട്ടമാണ്. അതെല്ലാം ഭാവിയിൽ ഗുണം ചെയ്യും. ഉടനെ എന്ന് പറയാൻ പറ്റില്ല. കാരണം 2027 വ്യാഴം 4-ലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ ഗുണം ചെയ്യും. ഇപ്പോൾ വ്യാഴമാറ്റം വലിയ ഗുണം ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. ഗുണദോഷ സമ്മിശ്രമായിരിക്കും. എല്ലാ കാര്യങ്ങളിലും ജാഗ്രത വേണം. മധ്യസ്ഥത, ജാമ്യം, അതുപോലെ തന്നെ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അമിതമായി ഇടപെട്ട് നമ്മൾ വെറുതെ പഴി കേൾക്കാൻ ഇടവരരുത്. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം നന്നായി വരും. ഇതിൻ്റെ താഴെ എൻ്റെ വാട്സപ്പ് നമ്പറുണ്ട്. വീഡിയോയുടെ താഴെയുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വോയിസ് ക്ലിപ്പോ മെസ്സേജോ ഇട്ടാൽ മതി. ഞാൻ കോൾ അധികം അറ്റൻഡ് ചെയ്യുന്നില്ല. തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ലത് വരട്ടെ. ഈ വ്യാഴമാറ്റം നിങ്ങൾക്ക് വലിയ ദോഷം ചെയ്യില്ല, എന്നാൽ വലിയ ഗുണവും ചെയ്യുമെന്ന് ഞാൻ പറയുന്നില്ല. ഒരുവിധം കുഴപ്പമില്ലാത്തൊരു കാലഘട്ടമാണ്. ഫ്യൂച്ചറിലേക്ക് വേണ്ടതല്ല, ഇപ്പോഴേ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തയ്യാറാക്കുക. അത് ഗുണം ചെയ്യും. ഒരു ബിസിനസ് ഡെവലപ്മെൻറ്റോ അല്ലെങ്കിൽ ബിസിനസ്സോ പ്ലാൻ ചെയ്യണമെങ്കിൽ പോലും ഇപ്പോൾ നിങ്ങൾ പ്ലാൻ ചെയ്താൽ അത് 2027 വളരെ ഗുണകരമായിട്ട് മാറും. അങ്ങനെ ചെയ്യും. തീർച്ചയായിട്ടും എല്ലാവരും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ. നന്നായി വരും.